ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ 2025 എനിക്കെങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ലോങ് ഗ്യാപ്പായി വീണ്ടും. ഇന്ന് ഞാൻ കുചേല ദിനം ഇപ്പം നമുക്ക് കഴിഞ്ഞു, 17-ാം തീയതി. അന്നൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞ് ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോഴും ഒരു ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. കാരണം ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് നമുക്ക് പറയാൻ കിട്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് പറയാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞാൻ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാറുണ്ട്. കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അന്നൊരു വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ കുചേല ദിനവുമായി ബന്ധപ്പെട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് കുചേലൻ്റെ സഹപാഠിയായിരുന്നു. ഗുരുകുല സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ രണ്ടുപേരും ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു. കുചേലൻ്റെ കഥ ഞാൻ പറയാതെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പഠനം പൂർത്തിയാക്കിയ ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ കുചേലനും, സുദാമ എന്നൊക്കെ നമ്മൾ വായിക്കുന്ന കുചേലനും രണ്ട് വഴികളിലായി പിരിഞ്ഞു. കുചേലൻ പിന്നീട് സ്വന്തം നാട്ടിലെത്തുകയും അവിടെ വിവാഹാനന്തരം, ബ്രാഹ്മണനാണല്ലോ സുദാമ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മണനായതുകൊണ്ട് തന്നെ ക്ഷേത്ര പൂജകൾ അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ ബ്രാഹ്മണർ ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഉപജീവനം, അതുപോലെ ഭിക്ഷ നടത്തി യാചിച്ചൊക്കെ ആഹാരവും മറ്റു കാര്യങ്ങളുമൊക്കെ ശേഖരിച്ചാണ് സ്വന്തം ഉപജീവനം കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും വീട്ടിൽ കടുത്ത ദാരിദ്ര്യം, ഈ ദാരിദ്ര്യ ദുഃഖത്തിലും കുചേലന് വേറെ ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല. അങ്ങനെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷം സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങി. ദ്വാരക നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, ദ്വാരകയുടെ അധിപനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ. അപ്പം ഈ വിവരങ്ങളെല്ലാം കുചേലൻ അറിയാമെങ്കിലും കുചേലൻ ഒരിക്കൽ പോലും തൻ്റെ അവസ്ഥ, തൻ്റെ ദാരിദ്ര്യ അവസ്ഥ കൃഷ്ണനോട് പോയി പറയാൻ ഒട്ടും തന്നെ മനസ്സിലാഗ്രഹമില്ലാതെ ഇങ്ങനെ ദിവസം തള്ളി നീക്കുമ്പോൾ കുചേലൻ്റെ ഭാര്യ പറയും, നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടൊക്കെ അല്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദ്വാരകയിൽ പോയി ഭഗവാൻ കൃഷ്ണനെ ഒന്ന് കണ്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ അറിയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൃഷ്ണന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. അങ്ങനെ ഭാര്യയുടെ പല പ്രാവശ്യമുള്ള നിർബന്ധം കാരണമാണ് കുചേലൻ ദ്വാരകയിലേക്ക് യാത്രയാവുന്നത്. അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണമല്ലോ, അതിനുള്ള വക പോലും ഇല്ലാത്തത് കൊണ്ട് ഭാര്യ അടുത്ത വീടുകളിൽ പോയി വാങ്ങിയ നെല്ല് കുത്തി അവിലാക്കിയ ആ അവിൽ, അതിൽ കുറച്ചും മണ്ണും തവിടും ഒക്കെ പിടിച്ച അവിലാണ്. അത് കുചേലന് കിഴിയായി കെട്ടി കൊടുക്കുകയാണ്. അത് ദ്വാരകയിൽ ചെല്ലുമ്പോൾ ഭഗവാന് കൊടുക്കണം. ഇപ്പോഴും നമ്മൾ പറയാറില്ലേ, നമ്മൾ ഏതെങ്കിലും വീടുകളിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പാടില്ല എന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ പരിചയക്കാരെ കാണാൻ പോകുമ്പോൾ നമ്മൾ കയ്യിൽ കരുതുന്ന ആ ആഹാര പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പലഹാര പൊതികൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ അവർക്കില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മൾ വെറും കൈയോടെ പോകുമ്പോൾ അതൊരു വിഷമമാണ്. അപ്പോൾ അത് പുരാതന കാലം മുതൽ തന്നെ അങ്ങനെയുള്ള ആ ഒരു സമ്പ്രദായം ഇപ്പോഴും നമുക്കിടയിലുണ്ടല്ലോ അല്ലേ. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഏത് വീട്ടിലേക്ക് പോയാലും അവിടത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കരുതാതെ നമ്മൾ ആരും യാത്ര ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കുചേലൻ ഇങ്ങനെ പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ കുചേലൻ എന്നുള്ള ഒരു വിളിപ്പേര് തന്നെ ഈ എന്താണ് പറയുന്നത്, കുചേലന് ലഭിച്ചത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവൻ, അതായത് കുചേലൻ, മുഷിഞ്ഞ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് കുചേലൻ, ചേല എന്ന് പറയുന്നത് വസ്ത്രം, അങ്ങനെ പേര് ലഭിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നടന്ന് ഒടുവിൽ തൻ്റെ കണ്ണുകളെപ്പോലും അമ്പരിപ്പിക്കുന്ന രീതിയിൽ ദ്വാരകയിലേക്ക് എത്തിച്ചേരുകയാണ്. എത്തുന്ന മാത്രയിൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ദൂരെ നിന്ന് തന്നെ കാണുകയും കൃഷ്ണൻ അതിനു മുന്നേ തന്നെ കുചേലനെ കാണുകയും അകത്തേക്ക് സ്വീകരിച്ച് ആനയിച്ചിരുത്തി പാദപൂജ വരെ ചെയ്തു എന്നാണ് പറയുന്നത്. ചെയ്ത് അകത്തേക്ക് ആനയിച്ച കുചേലൻ പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ
ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നു. നീ വളരെ നാളിന് ശേഷമാണല്ലോ നമ്മൾ കാണുന്നത്, അപ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഭഗവാൻ ചോദിക്കുകയാണ് കുചേലനോട്. അപ്പോൾ കുചേലൻ ഇത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്, ഇത് ഈ അവിൽപ്പൊതി കിഴി കെട്ടിയത് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഭഗവാൻ എടുത്ത് ഭക്ഷിക്കുകയാണ്. ആദ്യത്തെ ഒരു പ്രാവശ്യം ഭക്ഷിക്കുമ്പോൾ തന്നെ കുചേലൻ്റെ കുടിലായിരുന്ന സ്ഥലമെല്ലാം കൊട്ടാര സദൃശ്യമായ വീടായി മാറി എന്നാണ് പറയുന്നത്. അതുപോലെ ഭാര്യയും മക്കൾക്കും ഉണ്ടായിരുന്ന ദാരിദ്ര്യം അതെല്ലാം മാറി. അപ്പോൾ രണ്ടാമതും ഒക്കെ ഭക്ഷിക്കാൻ പോയപ്പോൾ ഭാര്യ രുക്മിണിയും അതുപോലെ തന്നെ രുക്മിണി വിലക്കുന്നു എന്നാണ് പറയുന്നത് ഭഗവാനെ. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്രത്തോളം, അതായത് കുചേലൻ എന്നിട്ട് പോലും സ്വന്തം ഭാര്യ പറഞ്ഞു വിട്ട ആ തൻ്റെ ദാരിദ്ര്യത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ തൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ചും ഭഗവാനോട് യാതൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് അങ്ങനെ ഭഗവാന്റെ ഇത് സ്നേഹങ്ങളെല്ലാം ഏറ്റുവാങ്ങി കുചേലൻ യാതൊന്നും വന്ന കാര്യം തന്നെ ഭഗവാനോട് പറയാതെ തിരിച്ച് യാത്രയാവുകയാണ്. പക്ഷേ തൻ്റെ കുടിലിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ കണ്ടത് കൊട്ടാര സദൃശ്യമായ ഭവനമാണ്. ഭാര്യയും മക്കളുമൊക്കെ നല്ല വിലപിടിപ്പുള്ള ആഭരണങ്ങളും അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങളുമൊക്കെ അണിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ മനസ്സിലായി ഭഗവാൻ കൃഷ്ണൻ്റെ കരസ്പർശം കൊണ്ടാണ് തങ്ങൾക്ക് ഇത്രയും വലിയ സൗഭാഗ്യം ലഭിച്ചത് എന്ന് ആ ബ്രാഹ്മണൻ അന്ന് മനസ്സിലാക്കുകയും അതുവഴി ഭഗവാനെക്കുറിച്ചുള്ള ആ ഒരു സ്നേഹം കുചേലൻ്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു ഓർമ്മയായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു കഥ. പക്ഷേ ഞാൻ പറയുന്നത്, ഭഗവാനെ നമ്മൾ ഇപ്പോൾ കുചേല ദിനം കഴിഞ്ഞു, ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മൾ ഭഗവാന് ചെയ്യുന്ന നമ്മുടെ മാനസ പൂജയുണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ നിന്നുള്ള പൂജ, നമ്മുടെ കയ്യിൽ നമുക്ക് ലഭിക്കുന്ന പുഷ്പങ്ങൾ, നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ ശുദ്ധമായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശുദ്ധം എന്നുദ്ദേശിക്കുമ്പോൾ മനഃശുദ്ധിയും പുറമേയുള്ള ശുദ്ധിയും, വൃത്തിയും ശുദ്ധിയും എന്ന് പറയാം, അത് രണ്ടും ചേർത്ത് നമ്മൾ ഭഗവാന് നേദിക്കുന്ന എന്ത് നൈവേദ്യവും ഭഗവാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഓരോ കഥകളും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. ഭഗവാന്റെ മുന്നിൽ പോയി കുചേലൻ ഒന്നും ചോദിക്കാതെ ഭഗവാൻ അറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്നിടത്ത് നമ്മുടെ മനസ്സിൻ്റെ വിഷമം എന്താണോ അത് ഭഗവാൻ തൊട്ടറിയുന്നു എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കഥ. ഈ കഥയല്ല, ഈ യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായി ചെയ്യുക. മനസ്സിൽ ആരോടും പകയോ അല്ലെങ്കിൽ വിദ്വേഷമോ ഒന്നും വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഭഗവാനെ ഭജിക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് എപ്പോഴും നമുക്കിങ്ങനെ പറയാം, അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം നമുക്ക് എപ്പോഴും പറയാമല്ലോ. അത് എപ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടുന്നു അപ്പോഴൊക്കെ നമുക്ക് ഭഗവാനെ വിളിക്കാം. അതുപോലെ ധാരാളം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ആ മന്ത്രം പറയാം. അതുപോലെ കൃഷ്ണനെ വെറുതെ ഹരേ കൃഷ്ണ എന്ന് മാത്രം നമ്മളെപ്പോഴും നാവിൽ ഉണ്ടായിരുന്നാൽ അല്ലെങ്കിൽ മനസ്സിലുണ്ടായിരുന്നാൽ തന്നെ ഭഗവാൻ നമ്മുടെ അടുത്തെത്തി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും വേണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് പല അനുഭവങ്ങളുമുണ്ട്. ഗുരുവായൂർ ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്, ഇനിയും പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അതിനുള്ള അനുഗ്രഹം എനിക്ക് വേഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും, ഫ്രണ്ട്സായ ഓരോരുത്തർക്കും ഭഗവാൻ ആയുസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ശുഭചിന്തകളും ശുഭകാര്യങ്ങളും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ഹരേ കൃഷ്ണ. വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.